ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് പോവാം. രണ്ട് രണ്ട് ദിവസത്തെ വീക്കെൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുന്ന മാർക്കറ്റ് വളരെ ബുള്ളിഷായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ക്ലോസ് ചെയ്തത്. അമേരിക്ക ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ഇടയിലേക്ക് വരുന്നുണ്ട്. സോ പാനിക്കിങ് സിറ്റുവേഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിക്കിങ് സിറ്റുവേഷൻ ഉണ്ട്. മാർക്കറ്റ് എന്നാൽ ആ ഒരു ബോംബിങ്ങിന് ശേഷം, അമേരിക്കയുടെ ബോംബിങ്ങിന് ശേഷം ഇതുവരെ കാര്യമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി അവിടെ കാണിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിലും എല്ലാ മാർക്കറ്റ് ആണെങ്കിലും ചെറുതായിട്ട് ഡൗൺ ആണ്. ഒരു 0.25 to 0.5% ഡൗൺ സിറ്റുവേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് വല്ലാണ്ട് തകരുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ. ശരി, അപ്പോൾ എല്ലാവരും സ്ലൈറ്റ്ലി ബെയറിഷ്, ഫ്ലാറ്റ് ടു ബെയറിഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് സിറ്റുവേഷനാണ്. നമ്മുടെ ലാസ്റ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൽ നിന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. എന്നാലും 25,100 മേളിൽ ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ 25,240 എന്നുള്ളൊരു നമ്പർ ഒരുപാട് ദിവസമായിട്ട് 24,240 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25,240 മേളിലാണ് ബുൾസിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇതെങ്ങനെ അടുത്ത വരും ദിവസങ്ങളിൽ നിൽക്കുന്നതെന്നുള്ള അറിയില്ല. യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എങ്ങനെ പോകും എന്നുള്ളത് ഒരു പിടിയുമില്ല. നമുക്ക് നോക്കാം. ചെറുതായിട്ട് പൊസിഷൻസ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. വളരെ കുറച്ചായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അടുത്ത ഒരു സ്റ്റോക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഇന്നത്തെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം ഗ്രൂപ്പിനുള്ളിൽ. അറിയില്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എങ്ങനെയെന്ന് അറിയില്ല. 10 മണിക്ക് ശേഷം നമുക്കത് ആലോചിക്കാം. സ്വിങ്ങിന് പറ്റുന്ന മാർക്കറ്റാണോ എന്നുള്ളത് ഇതുവരെ ഉറപ്പ് എനിക്ക് ഇല്ല. അടുത്തൊരു അരമണിക്കൂർ ഓപ്പൺ ചെയ്യുന്ന ഒരു മണിക്കൂർ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ച് മാത്രമേ ഞാൻ ഡിസൈഡ് ചെയ്യാൻ പോകുന്നുള്ളൂ എന്ത് ചെയ്യണം എന്നുള്ളത്. ഒന്നും ചെയ്യുന്നില്ല, അതുവരെ വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഓപ്ഷൻസ് ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ദിവസം വെള്ളിയാഴ്ച നല്ല ട്രെൻഡിങ് മാർക്കറ്റായിരുന്നു. സൈഡിൽ ഓൾമോസ്റ്റ് 4 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 4 ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് ഒരു 20 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു. ബാക്കിയെല്ലാം 50 to 80 പോയിൻറ്റ്സിൻ്റെ ടാർജറ്റ് കിട്ടി 3 ട്രേഡ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇന്നെങ്ങനെ എന്നുള്ളത് എനിക്ക് അറിയണം, എന്നാൽ മാത്രമേ അവിടെ ട്രേഡ് ചെയ്യുന്നുള്ളൂ. സോ അടുത്ത ലെവൽസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം. 25,000 ഓർ 25,100 മേളിൽ 25,240, അടുത്ത മേളിലേക്ക് 25,350, അടുത്തത് 440, 500 പ്ലസ് 600 എന്നിങ്ങനെ ലെവൽസ് അവിടെ ഉണ്ട്. അടുത്തുള്ള ലെവൽസ് നോക്കിയിരുന്നാൽ മതി. താഴേക്ക് 24,800 ഏറ്റവും വലിയ സപ്പോർട്ടാണ്. 24,800 എന്ന് പറയുന്നത്. പിന്നെ 24,500 ഉണ്ട്, അതവിടെ നിന്നോട്ടെ. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ റേഞ്ചസ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. സ്വിങ് പൊസിഷൻസ് ഒന്നും ഇതുവരെ വലിയ പ്രശ്നമല്ല. ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ആണെങ്കിൽ അത്ര കാര്യമായിട്ട് ഒരു ടെൻഷൻ അവിടെ ഉണ്ട്. എന്നാലും റിലയൻസ് ഒന്നും അഫക്റ്റ് ചെയ്തതേ ഇല്ല. ഇന്ന് അഫക്റ്റ് ചെയ്താലും കുറച്ച് രീതിക്കൊരു മാർക്കറ്റ് ഒരു 0.5% ഡൗണ് പോകുന്നതൊന്നും ഒരു വിഷയമുള്ളൊരു കാര്യമല്ല. മാർക്കറ്റ് കറക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ താഴെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത എൻ്റെ മനസ്സിനകത്തുണ്ട്. എങ്കിൽ വെയിറ്റ് ചെയ്യുക. പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിങ്ങിനെ കുറിച്ച് ആലോചിക്കുക. കറൻ്റ്ലി ഞാൻ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുക. റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. വീക്കിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ട്രേഡിങ് എന്നുള്ളത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ പ്ലാനിങ് അവിടെ ഉണ്ടാവും. നെഗറ്റീവ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ ഒരു നമ്പറിന് താഴെ 24,920 താഴെ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി 24,800 വരെ എന്നുള്ള ഒരു സൈഡാണ് ഞാനവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വേറൊന്നുമില്ല. സ്വിങ് ട്രേഡിങ്ങിന് ഞാൻ പുതിയ സ്റ്റോക്സ് ഇട്ടിരിക്കാം. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങളുടേത് അനാലിസിസ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് കൺവിൻസിങ് ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് പിരമിഡിങ് ചെയ്യാം. കുറച്ച് ക്വാണ്ടിറ്റീസ് മേടിച്ച് കയ്യിൽ വച്ചിരിക്കാം. ഓരോ ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറുമ്പോൾ, ഇല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് അതിൻ്റെ
സിനാരിയോ എന്ന് പറയുന്നത്. ഇൻഫി ഓൾമോസ്റ്റ് 4% ADR ഡൗൺ ആണ്. അപ്പോൾ നോക്കുക മാർക്കറ്റ് എങ്ങനെ, ഒരാൾ ഡൗൺ ആയിരിക്കാം, 2 പേര് മേളിലായിരിക്കാം. അപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിനകത്ത് നിൽക്കുക. അപ്പോൾ ഡെയിലി ട്രേഡിംഗ് ഇല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ലെവൽസ് അവിടെ പറഞ്ഞു തന്നു. ഡേ ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്സ് ഇൻഫി താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. HDFC ബാങ്ക്, അതുപോലെ ബാങ്കിങ് സെക്ടർ ഇന്ന് നോക്കുക എന്നുള്ളതാണ്. നല്ല ബുള്ളിഷ് പോയ ഒരു സ്റ്റോക്കാണ് കഴിഞ്ഞ ഡേ എന്ന് പറയുന്നത്, അത് തന്നെ നോക്കാം. അതുപോലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, കൊച്ചിൻ ഷിപ്പ് യാർഡ് പോലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് നോക്കുക എന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ് സെക്ടർ സ്റ്റോക്സിലേക്ക് ഫോക്കസ് ചെയ്യാം. ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ ഇൻട്രാഡേ സ്റ്റോക്സ് എവിടെ പിക്ക് ചെയ്യണം എന്നുള്ള സെക്ടേഴ്സ് ഞാൻ അവിടെ പറഞ്ഞു തന്നു. പിന്നെ ഇന്നത്തെ ഏതെങ്കിലും സെക്ടേഴ്സ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെക്ടർ നിങ്ങൾ നോക്കുക, എന്നിട്ട് ആ സെക്ടറിലേക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഡേ ട്രേഡിങ്ങിൻ്റെ സ്റ്റോക്സ് പറഞ്ഞു, ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ലെവൽസ് പറഞ്ഞു. സ്വിംഗ് ട്രേഡിങ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. നല്ല ലെവൽസാണ്. 24,800 താഴെ വരെ മാർക്കറ്റിനകത്ത് ഒരു പ്രശ്നമില്ല. 25,000, 24,800 എന്നിങ്ങനെ ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകളും മേളിലേക്ക് റെസിസ്റ്റൻസ് 25,240 എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസുമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.